ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ, പക്ഷേ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അതിനകത്ത് പുറത്തു വരാണ്ടില്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല, അത്യാവശ്യമുള്ളത് പഠിക്കണം. അപ്പം അതിനെന്ത് വേണം? ചോദ്യോത്തരങ്ങൾ വേണം. അതുകൊണ്ടാണ് വേദങ്ങളെക്കാളും ഫേമസ് എന്തായത്? ഉപനിഷത്തുകളായത്, ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഏതോ ഒരാൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മൾ ഗൈഡ് പഠിക്കില്ലേ ടെക്സ്റ്റ് ബുക്കിന് പകരം? പരീക്ഷ എഴുതാൻ ഗൈഡ് പഠിച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കിൻ്റെ ആരും തൊടാറിയില്ല അല്ലേ? ഞാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളെ IIT എന്നൊക്കെ പാസ്സായ ഒരു പയ്യന്, അവനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ റെഫർ ചെയ്ത് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു. നോട്ട് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാണ്ടോ IIT എന്ന് പാസ്സാവാം? നമ്മുടെയൊക്കെ ധാരണ വലിയ ബുക്കൊക്കെ പഠിച്ചിട്ടാവാൻ വരുന്നല്ലേ അല്ലേ? അടുത്ത കാലത്ത് ഒരു IIT ഒരു സ്റ്റുഡൻറ്റിനെ കാണാൻ പോയി. 4 കൊല്ലം റിസർച്ച് കഴിഞ്ഞ് പോകുന്ന. ഞാൻ ലൈബ്രറി എവിടെയാണെന്ന് ചോദിച്ചു. ഇതുവരെ പോയിട്ടില്ല. 4 കൊല്ലം റിസർച്ച് ചെയ്യുന്ന ആളാണ്. നോ ജോക്ക്, കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞത്. അപ്പം നമ്മളതൊന്നും ചെയ്യാറില്ല. ഇപ്പം പഠനം എന്ന് പറയുന്നത് ആരോ പറഞ്ഞ് കേട്ടു എന്നുള്ളതാണ്. ഒരിക്കലും പാടില്ല. മൂല്യത്തിലേക്ക് പോകണം. ഞാൻ പറഞ്ഞ അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും ബോണ്ടേജും ഒക്കെ ഡിഫറൻ്റാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് തിരിച്ചു വരുമ്പോൾ അർത്ഥമൊക്കെ മാറും. സ്നേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? ലവ്. പ്രേമത്തിൻ്റെയോ? ലവ് തന്നെ. ഇംഗ്ലീഷിൽ വേറെ വാക്കില്ല. മനസ്സിലാവുണ്ടോ? അമ്മക്ക് മക്കളോടുള്ളതും കാമുകിക്ക് കാമുകനോടുള്ളതും ഇംഗ്ലീഷിൽ ഒന്ന് തന്നെയാണ്. നമുക്കങ്ങനെയല്ല, ഓരോന്നിനും വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ ട്രാൻസ്ലേറ്റ് തിരിച്ചു വന്നാൽ എന്താവും? ഒക്കെ മാറിപ്പോവും അല്ലേ? പ്രണയവും വ്യത്യാസമുണ്ട്, സ്നേഹവും വ്യത്യാസമുണ്ട്, പ്രേമവും വ്യത്യാസം. എത്ര വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ലിറ്റററി മീനിങ് അല്ല എന്താ വേണ്ടത്? കൃത്യമായിട്ടുള്ള. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാണായാമം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. പ്രാണബന്ധനാത് ഉപദേശസാരം പഠിക്കണം. രമണ മഹർഷി ശങ്കരൻ കഴിഞ്ഞാൽ പിന്നെ രമണ മഹർഷിയാണ്, ആണോ അല്ലയോ? പിന്നെ ശ്രീനാരായണ ഗുരുവായി. അങ്ങനെ ഒരു 4-5 പേരേ ഉള്ളൂ നമ്മുടെ എണ്ണത്തിൽ പറയാൻ പറ്റിയിട്ടുള്ളത്. പ്രാണബന്ധനാത് ലീയതേ ഉപദേശസാരം ഡോക്ടർ TPS. ഇതൊക്കെ കിട്ടും അതിനകത്ത്. ആ ഫുൾ 30 ശ്ലോകമേ ഉള്ളൂ. ഒരു ദിവസം 15 പഠിപ്പിച്ചു, അടുത്ത ദിവസം 16 മുതൽ 30 വരെ പഠിപ്പിച്ചു. ഇംഗ്ലീഷ് വേർഷനാണ് ഉള്ളത്. മലയാളത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 1-ാമത്തെ ശ്ലോകം തുടങ്ങി. അമേരിക്കയിലെ ഒരു പാട്ടുകാരി രശ്മി, ഇവരൊക്കെ ഒരേ ഗ്രൂപ്പ് പെട്ടിട്ടുള്ളതാണ്. ഡോക്ടർ രേണുകയും രശ്മിയും. ഡോക്ടർ രശ്മി ഡോക്ടറായിട്ടില്ല, രശ്മി കുറേ ശ്ലോകങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഡിസ്കഷൻ വരും. അമേരിക്കയിലാണ്. അപ്പോൾ ദേവി മഹാത്മ്യത്തിലെ കുറേ ശ്ലോകം ചെയ്തിട്ടുണ്ട്. സൗന്ദര്യലഹരി ചെയ്യുന്നുണ്ട് ഇപ്പം. അതുപോലെ ഉപദേശസാരവും ചെയ്യും. ഒന്നും എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണം, അവർക്ക് പഠിക്കണം എന്ന് തോന്നും, അവർ ചൊല്ലും, അതിനർത്ഥം പറഞ്ഞു കൊടുക്കും. എല്ലാ ഈ 4 വേദങ്ങളിലും ഒറ്റ വേദത്തിലെ കണ്ടന്റ് ഉള്ളൂ. അത് ഋഗ്വേദമാണ്. അതിൻ്റെ വ്യത്യാസം അറിയണം. ഋഗ്വേദം എന്ന് പറയുന്നത് ടെക്സ്ച്വലായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്ലേ, ലൈൻ ബൈ ലൈൻ ഡെഫിനിഷൻ പറയുന്നത് ഋഗ്വേദം. ലൈൻ ബൈ ലൈൻ ഡെഫിനിഷൻ പറഞ്ഞാൽ ഋഗ്വേദം. ശം നോദിപദേ ശം ചതുഷ്പദേ, തീർന്നു. ഒരു ലൈൻ. ശം നോദിപദേ ശം ചതുഷ്പദേ, 2 കാലികളും 4 കാലികളും അവർക്ക് ഭക്ഷണം കിട്ടുമ്പോൾ എൻ്റെ മകനും കിട്ടണേ എന്ന് പറയുന്നത് ഒരു ലൈൻ, ഒരു പാരഗ്രാഫ്, ഒരു ലൈൻ, അത്രേ അത് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് യജുർവേദത്തിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? പ്രാക്ടിക്കൽ ടെക്സ്റ്റ് നോട്ട് ബുക്ക് ആവും. നമ്മുടെ ഫിസിക്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാക്ടിക്കൽ വെർഷൻ അല്ലേ, ഹാൻഡ് ബുക്കില്ലേ അല്ലേ? അപ്പോൾ യജുർവേദം എന്താണ്? ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാക്ടിക്കൽ ഹാൻഡ് ബുക്കാണ് യജുർവേദം. ഇപ്പോൾ അതിനകത്തുള്ളതിൽ ഒരു 90% ഇതിനകത്ത് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഋഗ്വേദം പഠിച്ചാൽ എൻ്റെ ഗുരു ഋഗ്വേദിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് യജുർവേദം പഠിക്കേണ്ട കാര്യമില്ല, കാരണം നന്നായിട്ട് തിയറി അറിയാം. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ പൂജകൾ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് യജുർവേദമായി. അതിനെ പോപ്പുലറൈസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്, MBA ആണ് എന്ത്? സാമവേദം. അതുകൊണ്ട് സാമവേദ ശാസ്ത്രികൾ അവർ ഈണത്തിലൊക്കെ പാടി ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്ത് ഗ്രാമപ്രദക്ഷിണമൊക്കെ നടത്തി ഇങ്ങനൊരു യാഗം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് എന്ത് പറയുക? സാമവേദികൾ. 3 വേദേ ഉള്ളൂ. അതിന് മുമ്പുള്ള വേദമാണ് എന്ത് വേദം? അഥർവവേദം. അഥർവണവേദം, അഥർവവേദം. അതിന് മുമ്പ് തുടങ്ങിയതാവും. അതങ്ങനെ പറയാം. അതെന്ന് വെച്ചാൽ ഈ 3 സാത്വികവും മറ്റേത് സാത്വികമല്ലാത്തത്. അപ്പോൾ അതിന് മിക്കവാറും അതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ അത് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ. അതിൻ്റെ
അത് എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലെങ്കിൽ ഇയാൾ കിട്ടാതാക്കണം. അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം ഒരു ഗ്രൂപ്പ്, അഥർവവേദം സെപ്പറേറ്റ്. അഥർവവേദം എനിക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ഋഗ്വേദം, യജുർവേദം, സാമവേദം ഒരു 90% സെയിം. ഇടയിൽ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു ബ്യൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്യുന്ന സംഭവമാണ് മറ്റേത്. അഥർവവേദം അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അതിന് മുമ്പ് മനുഷ്യന്മാർ എനിക്ക് ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, നമ്മളൊക്കെ നല്ല ബുദ്ധിയുള്ളവരും നല്ല കഴിവുള്ളവരും അല്ലേ? ആണോ അല്ലയോ? ബാക്കി മൃഗങ്ങളെക്കാളും ഭേദമാവണ്ടേ നമ്മുടെ കാര്യം? ഒരു സിംഹത്തിന് അതിനാവശ്യമുള്ള സാധനത്തിന് വേട്ടയാടി തിന്നാൻ പറ്റുകയാണെങ്കിൽ നമ്മളതിനും കേമമായിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ നേടാൻ പറ്റണ്ടേ? അതാണല്ലോ എൻ്റെ കഴിവ്. അത് വേണ്ടാന്ന് വെക്കുന്നതാണോ കഴിവ് എന്ന് ചോദിച്ചാൽ, പ്രാചീന കാലത്ത് കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടാനുള്ള എന്താണോ യോഗ്യത അത് ചെയ്യാൻ പറ്റുന്ന കഴിവിനെയാണ് എന്തായി കരുതിയിരുന്നത്? കഴിവായിട്ട് കരുതുന്നത്. അതാണ് അഥർവവേദം അങ്ങനെ വന്നത്. അതെ, ഇത് അങ്ങനെയായിട്ട് ഇതൊക്കെ നമ്മളെ ഈ പോപ്പുലറൈസ് ചെയ്യുന്ന സമയത്ത് വ്യാസന്റെ കഥയും നമ്മൾ പറഞ്ഞ് 10,000 years 20,000 years ഒക്കെ വെസ്റ്റേണേഴ്സാണ്. ഇതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നമ്മളിപ്പോൾ തയ്യാറേ അല്ല. വെസ്റ്റേണേഴ്സിന് ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ചിട്ട് എല്ലാത്തിനും അതിനിടയിൽ ചേർക്കായിരുന്നു. അല്ലാതെ ഇതിനൊന്നും ഡിപ്പെൻഡൻസി ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. സത്യയുഗത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം തുടങ്ങുമ്പോഴാണ് നമ്മുടെ അവതാരങ്ങൾ പോലും വരുന്നത്. മത്സ്യക്കൂർമ്മ, വരാഹം എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ടായിരുന്നതും സത്യയുഗത്തിലാണ്. അത് കഴിയുമ്പോഴാണ് ഈ ജഗടയും അടിപിടിയും ലഹളയും സമൂഹങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ്. അത് 2 സമൂഹങ്ങൾ വരെ കഴിയുന്നത് ത്രേതായുഗത്തിലാണ്. ദ്വാപരയുഗത്തിൽ വരുമ്പോൾ ഒരേ ഫാമിലിയിലായി അടിപിടി. കലിയുഗത്തിലോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രശ്നം ആണോ അല്ലയോ? അപ്പോൾ അത് ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ വ്യത്യാസം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കലവും അർത്ഥയുഗം കർമ്മസദായ കർത്തുമിശ്ചതി സ്വാമിദ്രോഹി ഇതം മത്വ ഇതരാം ബാധതേ കലിയെന്നാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ ന്യായം പറയില്ലേ? അങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കലാണ് കലിയുടെ പണി. അതുകൊണ്ട് അതൊന്നും കേൾക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതെന്തറിയണം? അർത്ഥമറിഞ്ഞ് പഠിക്കണം. അർത്ഥം വികലമാണെങ്കിൽ അത് ഓരോന്നിൻ്റെ യുക്തി ചോദിക്കുക. യുക്തിയുക്തമുപാധേയം വചനം ബാലകാതപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാത്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കരുതെന്നാണ് നമ്മുടെ പാഠം തന്നെയാണ്. യുക്തി ചോദിക്കണം. എന്താണ് അതിൻ്റെ ലോജിക്ക്? എന്തിനാ ഇങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അത് മനസ്സിലാക്കിപ്പിച്ച് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ പിള്ളേരോടും പറയും അങ്ങനെയാണ് അത് ചെയ്തോളാം. അല്ല, അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എന്നാൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാം, പഠിക്കാം അല്ലേ? ഇപ്പം ഷാർജ നായർ സംഘം അങ്ങനെ എന്തോ ഒരു കൂട്ടായ്മയുടെ പ്രഭാഷണമായിരുന്നു 14 ഇപ്പോൾ രാമ പാഹിമാം രാമ എവിടെയോ കേട്ടിട്ടില്ലേ അല്ലേ? പാഹിമാം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? അത് ചെറിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കുട്ടികളാണ്. മുതിർന്നവരോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉത്തരം അറിയുമെന്ന് ചോദിക്കാൻ പറ്റില്ല. ഭാഗ്യത്തിന് അവിടെ ആങ്കർ ചെയ്യുന്നതും വെൽക്കം പറഞ്ഞതും ഒക്കെ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളോട് നമുക്ക് നേരെ ചോദ്യം ചോദിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു പാഹിമാന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് പറയുമ്പോളെ ചോദിച്ചു. ഇത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് പാഹിമാന്ന്? കേട്ടില്ലേ? ആലോചിച്ചു എന്താ അർത്ഥം? രക്ഷിക്കണേന്നാണ്. ആ കുട്ടിക്ക് അറിയില്ല. ഞാൻ ഒന്ന് വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ആർക്കും അറിയില്ല. ഹരേ രാമ എന്താ ഹരേ എന്നുള്ളതിൻ്റെ അർത്ഥം? ഞാൻ എന്നിട്ട് ആ കുട്ടികളോട് പറയുകയും ചെയ്തു, മക്കളെ വൈകുന്നേരം നിങ്ങൾ 2 പെൺകുട്ടികൾ നല്ല ഭംഗിയുള്ള കുട്ടികളാണ്, പാഹിമാന്നും ചെല്ലാൻ പാടില്ല, ഹരേ രാമെന്നും ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും അയൽവാസി വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോയാലോ അല്ലേ? അത് റെക്കോർഡ് ചെയ്യുക. പാഹിമ രാമ പാഹിമ. അടുത്തൊരു രാമൻ്റെ വീട് അല്ലെങ്കിൽ നേരെ ഗസ്റ്റ് നോട്ടിഫിക്കേഷൻ പേര് മാറ്റി രാമാന്നാക്കുക അല്ലേ? അടുത്ത അയൽവാസിക്ക് രാമാന്ന് പേരിട്ടിട്ട് ഇപ്പം കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷിക്കണേ രാമ, എൻ്റെ പേര് രാമൻ എന്നാണ്. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കണേ. അതാണ് സമാധി.
പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റുകയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ ഓടിച്ചു പോകുന്ന സമയത്ത് കുറേ ബോർഡ് കാണാറില്ലേ, ഷാർപ്പ് ടേൺ ഉണ്ടോ ഇല്ലയോ? ഓ ഷാർപ്പ് ടേൺ ഉണ്ടെന്നുണ്ട് കാർ നിർത്തിയിട്ട് ടേൺ നേരെ ആവുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കാൻ പറ്റുമോ? എന്താ ചെയ്യണ്ടേ? ഞാൻ കെയർഫുള്ളായിട്ട് ഓടിക്കാൻ വേണ്ടി തരുന്ന കോഷനാണ്. പ്രശ്നങ്ങൾ ഒഴിവാക്കലല്ല ഭഗവാന്റെ പണി. എന്താണ്? പരിഹരിക്കലും അല്ല ഭഗവാന്റെ പണി. എന്താണ്? എനിക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കി തരികയാണ്. അപ്പം നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുന്നതൊന്നും പ്രശ്നങ്ങളില്ലാണ്ടിരിക്കാനല്ല അല്ലേ? അയ്യോ എൻ്റെ ഭർത്താവ് വല്ലാണ്ട് എന്നെ ഉപദ്രവിക്കുന്നു, ഭാര്യയെ കൊണ്ട് സഹിക്കാൻ വയ്യ, എന്നാ മാറ്റിക്കോ എന്ന് പറയുമോ ഭഗവാൻ? എന്താണ്? അയാളെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചോളൂ, അത്ര തന്നെ. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കണത്. അർത്ഥമറിഞ്ഞ് ചെയ്യിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ചെല്ലേണ്ടത് അത് തന്നെയാണ്. പക്ഷെ എന്താ അറിയണം, ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് വാച്യാർത്ഥമല്ല, അതിൻ്റെ വ്യംഗ്യാർത്ഥമാണ് നമ്മൾ കേൾക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. ഓ എനിക്ക് മോക്ഷം വേണം, എന്നാ വാ ഇപ്പം തന്നെ കാച്ചിക്കളയാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഇനിയും കുറച്ചു കാലം കൂടി ആലോചിക്കാത്ത ആരാ ഉള്ളത്? അതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് വേറെ ലോകത്ത് വേറെ സമയത്ത് കിട്ടുന്നതല്ല, കണ്ണടച്ചിട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതല്ല. എന്താണ് വേണ്ടത്? കണ്ണ് തുറന്ന് വർക്ക് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള അറിവും വേണം, ഡെഡിക്കേഷനും വേണം. അറിവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ത് വേണം? ഡെഡിക്കേഷൻ ഉണ്ടാകും. അറിവ് എല്ലാവർക്കും ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റുന്നു. എല്ലാം അറിഞ്ഞിട്ടാണോ പറഞ്ഞിട്ട്? അറിഞ്ഞിട്ടൊന്നുമല്ല പറയുന്നത്. കുറേ തെറ്റ് ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പാണ്. എനിക്കറിയൊന്നുമില്ല, സംസ്കൃതം ഒന്നും അറിയേയില്ലേ. ഏതൊക്കെ വായിച്ചിട്ട് ലിറ്ററേച്ചർ കുറച്ചറിയാമെന്നല്ല, സംസ്കൃതം ലാംഗ്വേജ് എനിക്ക് അറിയേയില്ല. ലിറ്ററേച്ചർ കുറച്ചൊക്കെ വായിച്ചിട്ട് ശീലമുണ്ടെന്ന് ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഉണ്ട്. എന്നിട്ട് ഒരാൾ കണ്ടിട്ട് പറഞ്ഞു ഞാൻ പറയുന്നതും ലക്ഷ്മി ചെല്ലുന്നതും ഒക്കെ തെറ്റാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുക, അതിനേക്കാളും പറ്റും. നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. LKG പഠിപ്പിക്കുന്ന മാഷന്മാർ PhD പഠിപ്പിക്കുന്ന ആളുടെ അത്ര കാര്യം ഉണ്ടാവും? ഇല്ല. ഉണ്ടോ? LKG പഠിപ്പിക്കുന്ന മാഷ് ഇംഗ്ലീഷിലെ പഠിപ്പിക്കണേ? അയാൾക്ക് PhD ചെയ്യേണ്ടത്? അല്ല, ആ ക്ലാസ് പഠിപ്പിക്കാൻ അത് മതി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റഡ് ആണ്. ആർ യു ഡെഡിക്കേറ്റഡ്? നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം നടത്തി എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നടത്തിയത്, എനിക്ക് വേണ്ടിയിട്ടാണ്. ലയിച്ച് ആ ലയമാണ് നമുക്ക് വേണ്ടത്. ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഗെറ്റ് ഡെഡിക്കേറ്റഡ് ടു ദാറ്റ്. ആ സമയത്ത് നമ്മുടെ എൻജോയ്മെന്റ് ഉണ്ടല്ലോ, ഇല്ലേ? ആണോ അല്ലയോ? അപ്പോൾ ഒരു മക്കളെ വളർത്തുന്ന അമ്മ എന്തിനു വേണ്ടിയാണ് വളർത്തുന്നത്? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് വളർത്തുന്നത്? ആ വളർത്തുന്ന സമയത്ത് എൻജോയ് ചെയ്യണം. അത് കഴിഞ്ഞ് അവർ ഒന്നും എനിക്ക് തന്നില്ലെങ്കിലും യു ഓൾറെഡി ഗോട്ട് ദ ഫലം. മനസ്സിലായോ? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫലേച്ഛ കൂടാതെ ചെയ്യണം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യണമെന്ന്. ഞാൻ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല? എൻ്റെ മോൻ വളർന്നിട്ട് എനിക്കൊന്നും തന്നില്ല, എത്ര കഷ്ടപ്പെട്ട് വളർത്തുക എന്നാ പറയുക. ആണോ അല്ലയോ? ആണോ അല്ലയോ? അതാ കുഴപ്പം. കഷ്ടപ്പെട്ട് വളർത്തിയോണ്ടാ കുഴപ്പം. ഇഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ടെങ്കിലോ? മനസ്സിലാകണ്ടോ? പ്രതീക്ഷയില്ല എനിക്ക്, ഒന്നും വേണ്ട എനിക്ക് ആരുടെ അടുത്തൊന്നും ഒന്നും ആവശ്യമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ഇല്ലേ, എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ ആരുടെ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രശ്നമുള്ളൂ. എനിക്ക് യാതൊന്നും വേണ്ട. നമ്മൾ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കണേ? ഒന്നും ആവശ്യമില്ല. വൈരാഗ്യസിദ്ധ്യർത്ഥം സമർപ്പയാമി എന്നാണ്. നിങ്ങൾ എന്താവശ്യം പറഞ്ഞിട്ടും ഭഗവാന്റെ അടുത്ത് പോയാൽ തിരുമേനി അകത്ത് കൊടുത്തിട്ട് പറയുമ്പോൾ എന്താ പറയുക? ഇയാൾ വന്ന് ഒന്നും വേണ്ടാണ്ടാന്ന്. നിങ്ങൾ എന്ത് ഷീറ്റുണ്ടാക്കിക്കോ അല്ലേ? അയൽവാസി ദുഷിച്ചു പോകണമെന്നുകൊണ്ട് ഷീറ്റുണ്ടാക്കി കൊടുത്താൽ ഭഗവാന്റെ അടുത്ത് പോയിട്ട് തിരുമേനി പറയുമോ? എന്താ പറയുക? അയാൾ വൈരാഗ്യസിദ്ധ്യർത്ഥം ഒന്നും വേണ്ട വച്ചിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ഒരു ലിസ്റ്റും കൊടുക്കരുത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആർക്കറിയണം? ഭഗവാൻ അറിയണം. അദ്ദേഹം എന്താ തരിക? എനിക്ക് ആവശ്യമുള്ളത് തരും. എനിക്ക് വേണ്ടത് എന്നെക്കാളും കൂടുതൽ ആർക്കറിയാം? ഭഗവാനാണ്. അപ്പം നമ്മുടെ ചിന്തകളൊക്കെ എങ്ങനെയാവും? ക്ലീനാവും. പിന്നെ എങ്ങനെയാ നമ്മൾ എപ്പോഴാണ് മരിക്കുക? അതുകൊണ്ടാണ് ഈ പരീക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ആണോ അല്ലയോ?
ഇന്നലെ പ്രഭാഷണത്തിലും പറഞ്ഞു, എന്താ അവര് സരിതായി. ഇപ്പം മരിക്കാൻ പോകണമെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ആണോ അല്ലയോ? യെസ്. 7 ദിവസമേ ജീവിക്കാനുള്ളൂ എന്ന് അറിഞ്ഞ സമയത്ത് പരീക്ഷിത്ത് എന്താ ചെയ്തത്? ഭഗവാന്റെ കഥ കേൾക്കുമായിരുന്നു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഒസ്യത്ത് എഴുതും, വില്ലെഴുതും, എവിടേക്ക് എന്തൊക്കെ ഇല്ലേ. ബസ് ആക്സിഡൻ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ട. ആ സമയത്ത് എൻ്റെ ചിന്ത പോയിട്ടുണ്ട്. ഞങ്ങളുടെ ബസ് പോകുന്നതിന് തൊട്ട് മുമ്പിൽ ബസ് ആക്സിഡൻ്റ് ആയിട്ട് എല്ലാവരും കയ്യും കാലും ഒക്കെ പൊട്ടിയിട്ടും ഒക്കെ ഉണ്ട്. ആ സമയത്തും ബാഗ് എവിടെയാന്നത് അപ്പണെ. ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അല്ല, അവരുടെ ബാഗ് എവിടെ, എൻ്റെ താക്കോല് പോയി, അല്ലെങ്കിൽ എല്ലാം പോയി, എന്താ നഷ്ടം. ഇതൊക്കെ നമ്മൾ വരുമ്പോൾ ഉണ്ടാക്കിയതല്ലല്ലോ. ആ ബോധം നമ്മളിലില്ല. നമ്മുടെ എല്ലാ ബോണ്ടേജും അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സമാധാനം നിങ്ങൾ എത്രത്തോളം ബൗണ്ടഡ് ആണോ അത്രത്തോളം സമാധാനം പോയി. എത്രത്തോളം എനിക്കൊന്നും വേണ്ടാന്ന് വെച്ചോ നല്ല സമാധാനം. അതാണ് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്ന് വെച്ചിട്ട് അങ്ങനെ പറ്റും എന്നല്ല പറയുന്നത്, എല്ലാ പ്രായത്തിലും പറ്റില്ല. അതുകൊണ്ടാണ് ജീവിതത്തെ 4 ഭാഗങ്ങളായിട്ട് നിർത്തിയിരിക്കുന്നത്. എന്താണ് ആ സമയത്ത് എന്താ പറയുക? ബാച്ചിലർ, ബ്രഹ്മചര്യം, ബി കിട്ടുന്നത് വരെ, BA BTech ഒക്കെ കിട്ടുന്നത് ബാച്ചിലറാണ്. അപ്പോൾ ബാച്ചിലർ എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? BA BTech BCom വന്നത്. ബി വന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മചര്യത്തിൽ പഠനം മാത്രം ശ്രദ്ധ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ ഒന്നും ബാച്ചിലർ അല്ല അല്ലേ. ഞാൻ പല ക്യാമ്പസിലും ഞാൻ പോയ യൂണിവേഴ്സിറ്റിയുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രൊഫസർമാരും അത്ര യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ടാവില്ല. അത്രയും കുട്ടികളെടുത്തും പോയിട്ടുണ്ടാവില്ല. ഞാൻ അവരുടെ എല്ലായിടത്തും നല്ല ക്യാമ്പസ് സെലക്ഷൻ ആണെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു വരുമ്പോഴേ പേരായിട്ടാണ് എല്ലാവരും ഇരിക്കണേ. അവിടെ സെലക്ട് ചെയ്തത് ആരാരെയാണെന്ന് തീരുമാനിച്ചാൽ നല്ല ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട് കോളേജിൽ നിന്നാണ്. എന്താ കാരണം? കയറി അന്ന് തന്നെ തീരുമാനിക്കുക ഏതാ ഗേൾ ഫ്രണ്ട് ഏതാ ബോയ് ഫ്രണ്ട് എന്ന്. അതാണ് ക്യാമ്പസ് സെലക്ഷൻ. ബാച്ചിലർ അല്ല അവർ. ബാച്ചിലർഷിപ്പ് പോയി. ഇപ്പോൾ ബാച്ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള എന്താണ്? കുടുംബം. ഈ ലോകം ഭരിക്കുന്നത് ഒരു സ്വാമിമാരോ ഒരു ഭഗവാനോ അല്ല, കുടുംബസ്ഥരാണ്. എല്ലാ ക്ഷേത്രവും പണിയുന്നതും എല്ലാ സ്വാമിമാരെയും സന്യാസിമാരെയൊക്കെ കൊണ്ടു നടക്കുന്നത് ആരാ? ഗൃഹസ്ഥാശ്രമികളാണ്. ആ ഗൃഹസ്ഥാശ്രമിക്ക് പ്രശ്നങ്ങളുള്ളപ്പോഴാണ് അതിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വാമിമാരെടുത്ത് പോകുന്നതും പൂജ നടത്തുന്നതും ക്ഷേത്രം ഉണ്ടാക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോകത്തിൻ്റെ നാരായ വേരായ അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ എസൻസ് എന്ന് പറയുന്ന ആരുടെ അടുത്താണ്? ഗൃഹസ്ഥന്മാർ. അവരാണ് ബാക്കിയുള്ളവരൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. സോ ഡിസയർലെസ് അല്ല ജീവിതം, ഡിറ്റാച്ച്ഡ് അല്ല ജീവിതം. ഇതൊക്കെ വേണം. പക്ഷേ എന്തറിയണം? എൻ്റെ ഒബ്ജക്റ്റീവും എൻ്റെ സ്കോപ്പും മനസ്സിലാക്കണം. ഇത് കുറച്ച് കാലം നമ്മൾ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ എന്താ? വാനപ്രസ്ഥം. കാട്ടുപോലല്ല, വാനത്താണ്. വാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ്. ആകാശ വനത്തിലല്ല പോകാൻ പറഞ്ഞത്. എത്രയോ ആൾക്കാർ തെറ്റായിട്ട് പറയാറുണ്ട് ഇല്ലേ? എന്നാൽ വനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പറയാം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലേ? എന്താ വാനപ്രസ്ഥം? ആകാശത്ത് പോകാന്ന് അർത്ഥം അല്ല. ഞാൻ ആകാശം പോലെ ആവണം. എന്താ ആകാശത്ത് നടക്കുക? ഒരു റോക്കറ്റ് പോയി കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവില്ലേ? എത്ര സമയം ഉണ്ടാവും? കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അതുപോലെ ആവണം വീട്ടിലെ പ്രശ്നങ്ങൾ. അങ്ങനെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയാൽ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം അതല്ല. എന്താണ്? ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെങ്ങനെ കൂട്ടി 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 കൂട്ടി. ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ചയല്ലേ? അതെന്താ ഇപ്പോഴും ഓർക്കണത്? അതിനേക്കാളും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ആണോ അല്ലയോ? ഇങ്ങനെ നമ്മൾ ബോണ്ട് ചെയ്ത് ഈ കമ്പാർട്ട്മെന്റ് കൂട്ടി 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 വെക്കുമ്പോൾ ട്രെയിൻ ഓടുന്നത് സ്ലോ ആവും. നമ്മുടെ എഞ്ചിൻ അത്രയൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എല്ലാ പ്രശ്നവും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വാനപ്രസ്ഥത്തിലിരിക്കണം. വാനത്ത് പോകാനല്ല പറഞ്ഞത്. എന്തുണ്ടായാലും കുഴപ്പമില്ല എന്ന്. മനസ്സിലായോ? ഒരു ഗ്ലാസ് താഴെ വീണു പൊട്ടി, കുഴപ്പമില്ല.
എന്താ കാരണം? അപ്പൂപ്പന് പണ്ട് ആരോ മാരേജ് ഗിഫ്റ്റ് കൊടുത്ത സാധനം അത് പോകുന്നതാണോ പ്രശ്നം, വീട്ടിലെ സമാധാനം പോകുന്നതാണോ പ്രശ്നം? അതിന് എത്ര വിലയുണ്ടാവും? ഇത്ര ഉണ്ടാവും ഒരു ഗ്ലാസ് അല്ലേ? ചായ കുടിക്കാറുമില്ല, മൂലക്ക് വെച്ചതാ, അറിയാണ്ട് തട്ടിപ്പോയി. ഇനി നമ്മൾ തട്ടി താഴെ വീണാല് ഇതാരെവിടെ കൊണ്ടുവച്ചത്? ഉടനെ ന്യായം മാറി, ആണോ അല്ലയോ? വേറെ ആരുടെ കയ്യിൽ വിട്ടിയാലോ? ഉണ്ടക്കണ്ടി കണ്ണില്ല തനിക്കൊന്നും, വേറെ വീട്ടിൽ പോയിട്ട് വാഴണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? എത്ര പെട്ടെന്ന് എന്താ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് അറിയാം ചില അമ്മമാർക്കൊക്കെ. ഇനി ഇത് നടന്നത് അവരുടെ മാരേജ് ദിവസം ആണെങ്കിലോ, അയ്യോ മോളെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ പടക്കം മേടിച്ചിട്ട് പൊട്ടിക്കുമ്പോൾ 140 ഉറുപ്പ്യക്ക് പൊട്ടുന്നതിനേക്കാളും സൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ ഗ്ലാസ് വീണ് പൊട്ടിയാൽ. അതിനേക്കാളും വില കുറഞ്ഞ ഒച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലാസ് പൊട്ടി, വണ്ടർഫുൾ, ലെറ്റ് us എൻജോയ്, ക്ലാപ്പ് ചെയ്യാം. ഈ വിഷു കഴിഞ്ഞാലേ പൊട്ടിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എന്തുണ്ടായാലും കുഴപ്പമില്ല, ഒട്ടൻ എന്ത് ചെയ്യാം? സാറില്ലേ പൊട്ടെന്ന് പറയാം. ഞാൻ ഈ കാശിയിലൊക്കെ ഓടിച്ചിട്ടുണ്ട് പണ്ട്. വണ്ടി ഓടിക്കും, പുതിയ വണ്ടി എടുത്തിട്ട് കാശി റോട്ടിലൂടെ ഓടിച്ചാൽ ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നിറച്ചും നമുക്ക് സ്ക്രാച്ച് വരും. കാരണം എല്ലാ സൈക്കിൾ റിക്ഷയും പെട്ടെന്ന് കീറുന്ന് കീറും അല്ലേ? അതിൽ നമ്മൾ വേവലാതി വിട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയാറുള്ളത്, കാശിയിൽ ഒരാളും വണ്ടി റിപ്പയർ ചെയ്യരുത്. കാരണം ചെയ്താലല്ലേ പിന്നെയും സ്ക്രാച്ച് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. നമ്മൾ നല്ല മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അതിൽ ചെറിയ പൊടി വരുമ്പോൾ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാവും, ആണോ അല്ലയോ? നല്ല കാവ്യം മുണ്ടെടുത്തിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്നവർക്ക് വല്ല പ്രശ്നമുണ്ടോ അതേ സ്ഥലത്തിരിക്കുമ്പോൾ? എന്താ കാരണം? ഐ എം നോട്ട് ബോതേഡ്. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഡീപ്ലി ബോതേഡ് ഓൺ സ്മോൾ സ്മോൾ തിങ്സ്. ഇത് ഒരിക്കലും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് കണ്ണടച്ചിട്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട്, മെഡിറ്റേഷൻ എൻ്റെ ഒരു കാര്യമില്ല. യു അണ്ടർസ്റ്റുഡ്? എൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞു, നീ എന്ത് ഡ്രസ്സ് ഇട്ട് പോയാലും കുഴപ്പമില്ല, നിന്നെ ആരും അറിയില്ല അവിടെ. ഇനി അറിയുന്നവർക്ക് നിന്നെ ശരിക്കും അറിയാം, ഈ ഡ്രസ്സ് കണ്ടിട്ടൊന്നുമല്ല, ആണോ അല്ലയോ? നമ്മുടെയൊക്കെ ഈ ഭാവം തീരെ മാറിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ. 2-3 എച്ചുകളാണ് നമ്മളെ ഗവേൺ ചെയ്യുന്നത്. 3 എച്ച് എന്തൊക്കെയാണ് അറിയാം? ഒന്ന് ഹാൻഡ്, കർമ്മം, മറ്റൊന്ന് നമ്മുടെ തോട്ട് പ്രോസസ്, ഹെഡ്, മറ്റൊന്ന് നമ്മുടെ ഇഷ്ടം, ഹാർട്ട്. ഈ 3 എച്ചും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ ഹാർട്ട് ഉള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ ഡിസയർ ഒക്കെ അങ്ങനെയാണ് അല്ലേ? ഡിസയർ എവിടുന്നാ വരുന്നത്? ആഗ്രഹം എവിടുന്നാ വരുന്നത്? ഹാർട്ടിൽ നിന്നാണ്. ആ ഡിസയർ വന്നാൽ ഒട്ടനെ നമ്മൾ എന്ത് ചെയ്യും? ഹെഡ് ഉപയോഗിക്കും. എന്തിനുപയോഗിക്കും? പ്ലാൻ ചെയ്യാൻ അല്ലേ? ഗുരുവായൂർ പോകണം എന്ന് ആരാ പറയണത്? ഹാർട്ടാണ്. പോകാനുള്ള ബസ് പിടിക്കേണ്ട കാര്യങ്ങളും ഏത് സമയത്ത് പോകണം, കലണ്ടറൊക്കെ നോക്കുന്നതും കാശ് സഹായിക്കുന്നതൊക്കെ ആരുടെ ബുദ്ധിയാണ്. അടുത്ത് പിന്നെ വർക്കാണ്, ഹാൻഡ്, ആക്ഷൻ, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഈ 6 ക്വാളിറ്റീസാണ് നമ്മളെ ഗവേൺ ചെയ്തത്. ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് എന്താണ്? കാമം, ഡിസയർ എന്ന് പറഞ്ഞാൽ കാമം. ആ കാമം ഉണ്ടായാൽ ഉടനെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ധനം വേണം, അർത്ഥം അല്ലേ? ആ അർത്ഥം കാശ് എന്നുള്ള അർത്ഥമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് മാർഗം? ഇപ്പം എനിക്ക് പിരിങ്ങാലക്കുട നിന്ന് ഇവിടെ വരെ വരണം, ഞാൻ കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ആരോടെങ്കിലും എനിക്ക് പോകണമെന്നുണ്ട്, എന്നാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയും, അല്ലേ? അപ്പോൾ ആ ബന്ധമാണ് അർത്ഥം. മനസ്സിലാവുണ്ടോ? ഏതാണോ എന്നെ കാര്യം കാണാൻ വേണ്ടി സഹായിക്കുന്നത് അതൊക്കെ അർത്ഥമാണ്. ഓക്കെ? അപ്പോൾ ആദ്യം കാമം, പിന്നെ അർത്ഥം. തിരിച്ചാ പറയാം പലരും അല്ലേ? ഞാൻ ഈ ക്രമത്തിലാണ് പറയാം, അപ്പോഴേ ലോജിക്കലി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാമം, അർത്ഥം. അതുണ്ടാക്കുന്നത് പല വിധത്തിൽ ചെയ്യാം. കള്ളവണ്ടി കയറിയിട്ടും വരാം, ടിക്കറ്റ് എടുക്കാണ്ടും വരാമല്ലോ അല്ലേ? അങ്ങനെ വന്നാൽ ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ധാർമ്മികനാണെങ്കിൽ ഭയം തോന്നും, ധർമ്മമില്ലാത്തവനാണെങ്കിൽ ഭയം തോന്നില്ല. അപ്പം ധർമ്മം എന്ന് പറയുന്നത് നേരായ മാർഗത്തിലൂടെ ചെയ്യുന്നതിന് ധർമ്മവും, തെറ്റായി ചെയ്യുന്നതിനൊക്കെ അധർമ്മം. ധർമ്മം മൂലം ചെയ്താൽ എനിക്ക് മാന്യമായിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വരാം. അതല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ജേണിയും
സ്റ്റേഷൻ്റെ അതിർത്തി നിന്ന് പുറത്ത് പോകുന്നവർ നമ്മൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും, നമ്മളെ പിടിച്ചോന്ന്. ചിലർക്ക് നല്ല ധാർമ്മികന്മാർക്ക് എന്ത് പറ്റും, പിന്നെയും കുറ്റബോധം വല്ലാണ്ട് സറണ്ടർ ചെയ്യും. അപ്പം നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണം എന്താണ്? അധാർമികമായിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ്. അങ്ങനെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും അധാർമികമായ മൂലങ്ങളിലൂടെ എവിടേക്കോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുറ്റം. ഒന്ന് ആഗ്രഹം, ഡിസയർ. രണ്ടാമത് അർത്ഥം കറക്റ്റായിട്ടുള്ള മെത്തേഡിലല്ല, അത് അധാർമികമാണ്. അപ്പം അവസാനത്തേത് കിട്ടില്ല. എന്താണ്? കാമ, അർത്ഥ, ധർമ്മ, മോക്ഷം. മോക്ഷത്തിലെത്തണമെങ്കിൽ ഈ മൂന്നും ക്ലീൻ ആയാൽ നാലാമത്തേത് ആഗ്രഹിക്കണ്ട, അത് വന്നു ചേരുക. ആഗ്രഹിച്ചാൽ കിട്ടില്ല അല്ലേ? മെഡിറ്റേറ്റ് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ എഗെയിൻസ്റ്റ് മെഡിറ്റേഷനാണ്. എത്തിച്ചേരേണ്ടതാണ് സമാധി. അതുകൊണ്ടാണ് ഞാൻ എന്തിട്ടത്? സമാധി സ്പർശം എന്നിട്ടത്. അതിലെത്താൻ എനിക്ക് ഒരാളെയും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് വെള്ളം തരാമെന്നല്ലാതെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തരാൻ പറ്റുമോ? ടേസ്റ്റ് ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം 4-5 കുപ്പി കുടിച്ച ആളോട് ഇനിയും കുടിച്ചോളാ പറഞ്ഞാലോ